അപ്പോൾ തുടങ്ങാം. കാരണം ആ കാലും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ നേരെ താഴേക്ക് വീഴും. അതോടെ എൻ്റെ വെടി തീരും. പാരപ്പറ്റിനടുത്തുള്ള വഴി മുഴുവൻ ഈ ബാൽക്കണിയിൽ കൂടെ പുള്ളി ഒരു ഇന്തോനേഷ്യൻ കൊമോഡോ ഡ്രാഗൺ നടക്കുന്ന പോലെ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ച് 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 ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യം പുള്ളിക്കാരിയെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. കാരണം അന്നത്തെ ദിവസം തന്നെ അടുത്ത വള്ളി ഞാൻ കയറി പിടിച്ചു. അപ്പോൾ അത് കേൾക്കുന്ന പുള്ളിയുടെ ഫ്രണ്ട് വിചാരിക്കുന്ന ഇവരൊക്കെ എന്ത് മനുഷ്യരാണ്, 5 പൈസ കാണാത്തതിന് വീണ്ടും ഫോൺ വിളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കുന്നു. ഇതൊന്നും അറിയാനുള്ള പ്രായമില്ലാത്തതുകൊണ്ട് ഞാനൊരുമാതിരി നമ്മുടെ ഇൻഹരിഹർണറിൻ്റെ അകത്ത് കുളിസിങ് കാണാൻ വേണ്ടി ഇവർ ഭിത്തിയെ വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയില്ലേ, അതുപോലെ ഞാനിങ്ങനെ വലിഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. എന്നെക്കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഇഴഞ്ഞു നടക്കുന്ന ഒരു പ്രായത്തിലാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിടിച്ച വള്ളിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചെറിയ പ്രായം, ഞാൻ ഇഴഞ്ഞു നടക്കാൻ മാത്രം പ്രായമായിട്ടുള്ള ഒരു സമയം. ആ സമയത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നെയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോകുന്നു. ബാംഗ്ലൂര് എൻ്റെ അമ്മയുടെ സിസ്റ്ററുണ്ട്. അവരൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ചെല്ലുന്നു, വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും മീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവർക്ക് കുട്ടികളില്ല. അതുകൊണ്ട് ഈ 4 പേർക്കുമായിട്ട് കളിപ്പിക്കാൻ ഒരേ ഒരു കുഞ്ഞായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 4 പേരും കൂടെ എന്നെ കുറേ കളിപ്പിക്കുന്നു. അവർ കുറേ നേരം വർത്തമാനം പറയുന്നു, ഫുഡൊക്കെ കഴിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഉച്ചയായപ്പോഴത്തേക്കും അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നാൽ പിന്നെ ഒന്ന് കിടന്നേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിടക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ ഒരു വിശാലമായ ഹോളുണ്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവർ ആ ഹോളിലാണ് ഇവരെല്ലാവരും ഇങ്ങനെ കിടക്കുന്നത്. കൂടെ ഞാനും അവിടെ കിടപ്പുണ്ട്. അങ്ങനെ കുറച്ചധികം നേരം എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പനൊന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അങ്ങനെ പുള്ളി ഇങ്ങനെ പതുക്കെ തല നോക്കിയപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. സന്തോഷം. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, എന്നെ മാത്രം ആ കൂട്ടത്തിൽ കാണാനില്ല. പുള്ളി ഉടനെ പെട്ടെന്ന് ആ ഹോളിൻ്റെ എല്ലാ വശത്തും നോക്കി, ഞാനില്ല. തൊട്ടടുത്ത മുറിയിലെല്ലാം പോയി നോക്കി, ഞാനില്ല. പെട്ടെന്ന് പുള്ളിക്കൊരു സംശയം. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ബെഡ്റൂമും ഹോളും ഒക്കെ കൂടാതെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അതായത് നമുക്ക് ഇറങ്ങി നിൽക്കാനും നടക്കാനും ഒക്കെ ഇടയുള്ളൊരു ബാൽക്കണിയും അതിനൊരു ചെറിയ പാരപ്പറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പുള്ളി സംശയത്തിൻ്റെ പുറത്ത് പതുക്കെ ഹോളിൽ നിന്ന് ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ ദാ നിൽക്കുന്നു ഞാൻ അവിടെ. അങ്ങനെ വെറുതെ നിൽക്കുകയല്ല, ഞാൻ നല്ല വിദഗ്ധമായ ഒരു പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴഞ്ഞ് ഈ പാരപ്പറ്റിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഈ പാരപ്പറ്റിൻ്റെ സൈഡിലൊരു വീതിയുള്ള ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ബെഞ്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വെച്ച് പുറത്തേക്ക് ഇങ്ങനെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ ഏതായാലും എഴഞ്ഞ് വന്ന് ഈ ബെഞ്ചിൽ കയറി പിടിച്ചു. ബെഞ്ചിൻ്റെ മുകളിൽ കയറി. അതിനുശേഷം 2 കൈയും എടുത്ത് പാരപ്പറ്റിൽ വെച്ചു. അതിനുശേഷം ഈ കാലിങ്ങനെ എടുത്ത് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. എനിക്കറിയാമല്ലോ, ഈ പാരപ്പറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു മാക്സിമം ഒരു 10 സെൻറ്റിമീറ്റർ വീതി അതിനകത്തുള്ളൂ. അപ്പോൾ ഈ 2 കുഞ്ഞി കൈ ഇരിക്കാനുള്ള ഇടം തന്നെ അതിനകത്തില്ല. അതിൻ്റെ കൂടെ ഈ കാലും കൂടെ കയറ്റി വെക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഇനി അഥവാ സാധിച്ചാൽ തീർന്നു. കാരണം ആ കാലും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ നേരെ താഴേക്ക് വീഴും. അതോടെ എൻ്റെ വെടി തീരും. ഇതൊന്നും അറിയാനുള്ള പ്രായമില്ലാത്തതുകൊണ്ട് ഞാനൊരുമാതിരി നമ്മുടെ ഇൻഹരിഹർണറിൻ്റെ അകത്ത് കുളിസിങ് കാണാൻ വേണ്ടി ഇവർ ഭിത്തിയെ വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയില്ലേ, അതുപോലെ ഞാനിങ്ങനെ വലിഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാഴ്ചയാണ് എൻ്റെ അപ്പനകത്തെ ഹോളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ പുള്ളി ഓടിച്ചെന്ന് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പെട്ടെന്ന് പുള്ളി അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കാരണം പെട്ടെന്ന് പുള്ളിക്കൊരു കാര്യം തോന്നി. പുള്ളി ഒച്ച വെച്ച് ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും ബാലൻസ് തെറ്റി ഞാൻ നേരെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, എന്നെ വളരെ സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് തിരിയും. ഈ ഒരു കൈ വിട്ട് ഞാൻ തിരിഞ്ഞാൽ അതേപടി ഞാൻ തെന്നി അടിച്ച് ഞാൻ താഴേക്ക് പോകും. അതുകൊണ്ട് ഞാനിവിടെ വലിഞ്ഞു കയറി നിൽക്കുന്ന കാര്യം പുള്ളി അറിഞ്ഞു എന്നുള്ളത് എന്നെ അറിയിക്കാതെ വന്ന് എന്നെ എടുത്താൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതിനെന്ത് ചെയ്യുമെന്ന് പുള്ളി ആലോചിച്ചപ്പോൾ പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടി. പുള്ളി നേരെ നിലത്തേക്ക് അങ്ങ് കിടന്നു. ഈ ഹോളിൽ നിന്നും പാരപ്പറ്റിനടുത്തുള്ള വഴി മുഴുവൻ ഈ ബാൽക്കണിയിൽ കൂടെ പുള്ളി ഒരു ഇന്തോനേഷ്യൻ കൊമോഡോ ഡ്രാഗൺ നടക്കുന്ന പോലെ കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ച് ഒച്ച ഉണ്ടാക്കാതെ പതുക്കെ ബെഞ്ചിൻ്റെ തൊട്ടടുത്ത് വന്ന് പതുക്കെ അവിടെ എഴുന്നേറ്റ് നിന്നു. ആ നേരവും ഞാനിങ്ങനെ വലിഞ്ഞു കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഉടനെ ഒച്ച ഉണ്ടാക്കാതെ പുറകിൽ നിന്ന് വന്ന് തന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് ഒക്കത്തേക്ക് വെക്കുന്നു. പുള്ളി ഉടനെ നേരെ തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ അമ്മേനെ വിളിക്കുന്നു. അമ്മേനെ ഒച്ചയ്ക്ക് വിളിക്കുന്നു. ഒച്ച കേട്ട് പുള്ളിക്കാരി ഓടി ഇറങ്ങി വന്ന് ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ട എൻ്റെ അപ്പൻ അവിടെ നട്ടുച്ചയ്ക്ക് നിൽക്കുന്നു. ഒക്കത്താണെ ഞാൻ ചിരിച്ചോണ്ട് വരുന്നുണ്ട്. ഇങ്ങേർക്ക് ഇതെന്ത് കിളി പോയതാന്നുള്ള രീതിയിൽ അമ്മ നിൽക്കുന്ന സമയത്ത് പുള്ളി പറയുന്നു, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ ബെഞ്ച് ഇവിടെ നേരത്ത് മാറ്റണം, ചെറുക്കൻ ഇതിനകത്ത് വലിഞ്ഞു കയറും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞതാന്നൊക്കെ പറയുമ്പോൾ അമ്മ ഉടനെ കാർച്ച തുടങ്ങി. ചെറുക്കൻ അവിടെ വലിഞ്ഞു കയറിയോ മറ്റേതാ മറിച്ചതാന്നെല്ലാം കാർച്ച തുടങ്ങുന്നു. കാറിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി പറഞ്ഞു, ഏയ് അങ്ങനെ കയറിയിട്ടൊന്നും ഉണ്ടായില്ല, ഇവൻ കൊച്ചു എഴഞ്ഞു നടക്കുന്ന പയ്യനല്ലേ, അവൻ അങ്ങനെ കയറിയിട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. ഉടനെ അപ്പം ചൂടാവുന്നു. അപ്പം പിന്നെ ഞാൻ കണ്ടതോ, ഞാൻ കഷ്ടപ്പെട്ട് വന്ന് ഇവനെ എടുത്തതോ എന്നെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെല്ലാം ഉണ്ടായി. ഒരുവിധം 2 പേരും സോൾവ് ആക്കി എന്നെ പൊക്കിയെടുത്ത് അകത്തേക്ക് പോയി. അപ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടെ എനിക്ക് ചിലപ്പോൾ ഫീൽ അടിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ സാഹസികതയെ എൻ്റെ അമ്മ വിശ്വസിക്കാതെ പോയി എന്നുള്ള സംശയം എനിക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യം പുള്ളിക്കാരിയെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. കാരണം
കാരണം അന്നത്തെ ദിവസം തന്നെ അടുത്ത വള്ളി ഞാൻ കയറി പിടിച്ചു. അന്ന് വൈകുന്നേരം എൻ്റെ റിലേറ്റീവ്സിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇവർ 4 പേരും കൂടെ പോയി. അവിടെ ചെല്ലുന്നു. അവിടെ കുറെ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നു. ഞാൻ അവിടെ ഇരുന്ന് കളിക്കുന്നു. അപ്പൊ എൻ്റെ കളി എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന ഒരു പഴയ 5 പൈസയുടെ തുട്ടുണ്ട്. ആ തുട്ടെടുത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ കളി. അങ്ങനെ കളിയെല്ലാം അവസാനിപ്പിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബൈ പറഞ്ഞ് തിരിച്ച് ഇവർ വീട്ടിലേക്ക് വന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നോടെ പുതിയ പ്രശ്നം. അത്രയും നേരം ഞാൻ കളിച്ചോണ്ടിരുന്ന എൻ്റെ കയ്യിൽ 5 പൈസ കാണാനില്ല. ഒരു 5 പൈസ കാണാത്തതിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അതിനകത്തെ പ്രശ്നം. കാരണം എൻ്റെ കളി എന്ന് പറയുന്ന ഈ പൈസ അണ്ണാക്കിലിട്ടാണ് ഞാൻ കളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട് മുഴുവൻ ഇവർ തപ്പി. ഇനി ഞാൻ എങ്ങാനും തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ എങ്ങാനും കൊണ്ടുവന്ന് ഇട്ടോ എന്നുള്ളത് തപ്പി നോക്കി. പുറത്തിറങ്ങി ചെന്നിട്ട് ഇവരുടെ വണ്ടിക്കകത്തെല്ലാം കയറി തപ്പി നോക്കി. ഇനി വണ്ടിക്കകത്തെല്ലാം ഞാൻ വല്ലതും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കി. അതിനകത്തും ഇല്ല. ഇത്രയൊക്കെ ആയതോടെ അമ്മ കാർച്ചയും കൂച്ചയും വീണ്ടും തുടങ്ങുന്നു. അങ്ങനെ എൻ്റെ റിലേറ്റീവ് പുള്ളിയുടെ കൂട്ടുകാരനെ വിളിക്കുന്നു. പുള്ളി വിളിച്ചിട്ട് പറയുന്നു, നമ്മുടെ കൊച്ച് അവിടെ വന്നപ്പോൾ കളിച്ചോണ്ടിരുന്ന ഒരു 5 പൈസ ഇല്ലേ, ആ 5 പൈസ അവിടെ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ അത് കേൾക്കുന്ന പുള്ളിയുടെ ഫ്രണ്ട് വിചാരിക്കുന്നു, ഇവരൊക്കെ എന്ത് മനുഷ്യരാണ് 5 പൈസ കാണാത്തതിന് വീണ്ടും ഫോൺ വിളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കുന്നു. അപ്പോൾ തന്നെ പുള്ളി മാറ്റി പറയുന്നത്, അതല്ല, അവൻ അത് വായിലിട്ടാണ് ഇത്രയും നേരം കളിച്ചോണ്ടിരുന്നത്. ഇപ്പം അത് ഈ വീട്ടിലൊന്നും കാണാനില്ല, ഇവൻ്റെ കയ്യിലും കാണാനില്ല, ഇവൻ്റെ വായിലൊന്നും കാണാനില്ല, അതുകൊണ്ട് ഇവൻ അത് വിഴുങ്ങിയോ എന്നാണ് ഞങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ആ വീട്ടുകാർ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊച്ചിരുന്ന സ്ഥലമെല്ലാം പോയി നോക്കിയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയാമെന്ന് പറയുന്നു. അരമണിക്കൂറായി, 1 മണിക്കൂറായി, 2 മണിക്കൂറായി, അവരുടെ ഫോൺ വരുന്നില്ല. അപ്പം തന്നെ ഉറപ്പിച്ചു ഞാനിത് വിഴുങ്ങി എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അമ്മയുടെ കരച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു. ഇനിയിപ്പോൾ എൻ്റെ വയറിളക്കണോ, ആശുപത്രി കൊണ്ടുപോകണോ, വയറ് തിരുമണോ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ പല ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മണിക്കൂറിന് ശേഷം മറ്റൊരു വിളിച്ചിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ഇവിടെ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, ആ ചെടിച്ചട്ടിയുടെ മണ്ണിനകത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം എന്ന് പറഞ്ഞു. അതായത് അത്രയും നേരം ഞാൻ വായിലെല്ലായിട്ട് കളിച്ചിട്ട് പോകാൻ നേരം ആയപ്പോൾ വിദഗ്ധമായിട്ട് ഞാൻ ഇതിനകത്ത് തിരികെ വെച്ചിട്ടാണ് ഞാൻ പോയത്. അറിഞ്ഞോട്ടൊന്നും ചെയ്തതല്ല, ഏതായാലും കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയി താങ്ങി വെച്ചിട്ട് ഞാൻ പോയി. അതിൻ്റെ പേരിൽ വീട്ടുകാർ വീണ്ടും ഒരു 2 മണിക്കൂർ നേരം വരണ്ടു പോകേണ്ട വന്നു. അങ്ങനെ ഒരേ ദിവസം 2 വ്യത്യസ്ത രീതിയിൽ ഇവരുടെ കിളി പറത്തി. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല, എന്നെ വളർത്തിക്കൊണ്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ള ഒരു വാണിംഗ് ഞാൻ കൊടുത്ത ദിവസമായിരുന്നു അന്ന്. ഈ 5 പൈസ ഇനി അഥവാ വിഴുങ്ങി പോയിരുന്നെങ്കിലും അതെങ്ങനെങ്കിലും ആശുപത്രി കൊണ്ടുപോയി എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെടുത്താമെന്ന് പറയാമായിരുന്നു. പക്ഷേ 10ാം നിലയുടെ മുകളിലെ ബാൽക്കണിയിൽ നിന്നിട്ട് പാരപ്പറ്റെ വലിഞ്ഞു കയറുന്ന ഞാൻ ഒന്ന് കാല് തെറ്റിയിരുന്നെങ്കിൽ, അല്ലെ എൻ്റെ അപ്പൻ പെട്ടെന്ന് പുറകിന്ന് ഒച്ച വയ്ക്കുകയോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ നേരെ താഴെ വീണേനെ, അതോടെ പരിപാടിയും തീർന്നേനെ. പുള്ളി ആ സമയത്ത് ബുദ്ധിപൂർവ്വമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് വീണ്ടും മരണത്തെ തോൽപ്പിച്ച് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു. എന്നാൽ ഇതുകൊണ്ടൊക്കെ തീർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെയും ജീവിതത്തിൽ കിടക്കുകയാണ് മരണം മുഖാമുഖം കണ്ടിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ്. അങ്ങനെ പിന്നീട് വളർന്നു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു വലിയ പ്രശ്നത്തിനകത്ത് പെടുകയും എനിക്ക് പരിചയമില്ലാത്തൊരു ചേച്ചി എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ അപകടം എന്തായിരുന്നെന്നും അന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. So till we meet again, this is your neighbor Mallu RJ Sharon signing off.